അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് സെൽസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, എന്താണ് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ? അപ്പൊ നമ്മൾ പറഞ്ഞു മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടല്ലോ, പല പല ടൈപ്പിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഈ എല്ലാ ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ സെയിം ആണോ? എക്സാക്ട്ലി സെയിം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇവരുടെ ഒരു ബേസിക് രീതി ഉണ്ട്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി സെയിം. ഓക്കെ, അപ്പൊ ഒരു സെല്ലിന്റെ ബേസിക് സ്ട്രക്ചർ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ പല ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ പല ടൈപ്പ് ഓഫ് സെൽസും പല പല ആക്ടിവിറ്റീസ് ചെയ്യണ പല പല സൈസസ് ഉണ്ട്. ചിലത് വലുതുണ്ടാവും, ചിലത് കുട്ടിയുണ്ടാവും. ബട്ട് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ സെൽ ഇസ് ഗോയിങ് ടു ബി ഓൾമോസ്റ്റ് സിമിലർ. അതിൽ എന്തൊക്കെ ഉണ്ടാവും? സേ ഒരു അനിമൽ സെല്ലാണ് വിചാരിച്ചോ, ദർ ഇസ് ഗോയിങ് ടു ബി എ സെൽ മെംബ്രെയിൻ. ഓക്കെ, പുറത്ത് എന്താ ഉണ്ടാവുക? സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഓൾറൈറ്റ്, സെൽ മെംബ്രെയിൻ ഉണ്ടാവും. എന്നിട്ട് ഉള്ളിൽ എന്താ ഉണ്ടാവുക? ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഡെൻസ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഇടയിലുള്ള സ്പേസ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും, cytoplasm. And this cytoplasm is going to have a lot of organelles. Okay, mitochondria പോലെ, endoplasmic reticulum പോലത്തെ, അതേപോലെ ഗോൾഗി അപ്പാരറ്റസ് പോലത്തെ ഒക്കെ കുറെ ലൈസോസോംസ് പോലത്തെ കുറെ എന്താ പറയാ നമ്മുടെ സെല്ലുലർ ഓർഗനൽസ് ഉണ്ട്. ഇങ്ങനെ കുറെ സാധനങ്ങൾ സെല്ലിന്റെ ഉള്ളിലുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആണ് എല്ലാ സെല്ലുകളും തമ്മിൽ. ആകെപ്പാടെ ചെറിയ വ്യത്യാസം പ്രോട്ടോകാരിയോട്സും യൂകാരിയോട്സും ഉണ്ട്. വെൽക്കം ടു ദാറ്റ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് സാധനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ മേജർലി പറയുന്നത്. നമ്മുടെ ഇതിൽ എന്താ പറഞ്ഞ ആനിമൽ സെല്ലാണെങ്കിൽ ഫസ്റ്റ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിന്റെ പുറത്ത് സൈറ്റോപ്ലാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്ലാന്റ് സെല്ലാണെങ്കിൽ ഒരു വ്യത്യാസം കൂടിയിട്ട്, പ്ലാന്റ് സെല്ലാണെങ്കിൽ there is going to be another layer which is known as cell wall. പ്ലാന്റ് സെല്ലാണെങ്കിൽ മാത്രം there is going to be another layer which is known as cell wall. Okay, അപ്പൊ നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിൻ is going to be present in animal cell as well as plant cell. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അനിമൽ സെല്ലിൽ മാത്രമേ സെൽ വാൾ ഉണ്ടാവൂ. നമുക്ക് അനിമൽസിൽ ഒന്നും വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സെൽ വാൾ. അപ്പൊ ഇതിൽ നോക്കണം കുട്ടികളെ. ഫസ്റ്റ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ട് പറയാം. സോ പ്ലാസ്മ മെംബ്രെയിൻ ഔട്ടർ ബൗണ്ടറിയാണ്. അനിമൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്മ മെംബ്രെയിൻ ഔട്ടർ ബൗണ്ടറിയാണ്. നമ്മുടെ വീടുകളില് മതിലുള്ളത് പോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഔട്ടർ ബൗണ്ടറിയാണ്. സെല്ലുലർ ഓർഗൻ, അപ്പൊ ഈ പറഞ്ഞ ഓക്കെ, സെല്ലുലർ ഓർഗനൽസ്, ഇവിടെയുള്ള സെല്ലുലർ ഓർഗനൽസ്, അതേപോലെ ഓർഗനൽസ് അല്ലാണ്ട് സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന സാധനമാണ് ഇൻക്ലൂഷൻസ് എന്ന് പറയുന്ന സാധനം. സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ന്യൂക്ലിയസ് മാത്രമല്ല, സൈറ്റോപ്ലാസത്തില് എന്തൊക്കെ ഉണ്ടാവും? ഓർഗനൽസും ഉണ്ടാവും. ഇൻക്ലൂഷൻസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചിന്റെ ബോഡി, സ്റ്റാർച്ച് പോലത്തെ ബോഡി, പ്രോട്ടീൻസ് അവിടെ കാണും. ഇതിലൊക്കെ ഇൻക്ലൂഷൻസ് എന്നാണ് പറയുക. സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സെല്ലുലർ ഓർഗനൽസും ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻക്ലൂഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതില് നമ്മളൊരു സെല്ലിനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡൈ ഒക്കെ തേക്കണം. ഡൈ ഒക്കെ തേച്ചിട്ട് വേണം. എന്ന് പറഞ്ഞാൽ അച്ഛൻ തലയിൽ തേക്കുന്ന ഡൈ അല്ല, നമുക്ക് മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്ന ഡൈ ഉണ്ട്. ആ ഡൈ എടുത്ത് തേച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ന്യൂക്ലിയസ് ഇസ് വെരി മച്ച് വിസിബിൾ. ഓക്കെ, അപ്പൊ അത് അവിടെ ഇരിക്കട്ടെ. ഇനി പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ട് നമ്മൾ വീണ്ടും തുടങ്ങണം. ഔട്ടർ കവറിംഗ് ഓഫ് സെൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഈ ഔട്ടർ ഒരു സെല്ലിന്റെ എൻവയോൺമെന്റ് ഉണ്ട്. ഇവിടെ ഒരു സെല്ല് ഉണ്ടാവും, ചിലപ്പോൾ ഇവിടെ. ഇപ്പൊ നിങ്ങളുടെ സ്കിന്നിന്റെ കാര്യം പറയണം. ഓക്കെ, ഈ എൻവയോൺമെന്റ്, അപ്പൊ നമ്മുടെ സ്കിന്നിൽ തന്നെ ഇവിടെ ഒരു സെല്ലുണ്ട്. ഓക്കെ, ഇതിന്റെ ഔട്ടർ എൻവയോൺമെന്റും ഉള്ളിലത്തെ എൻവയോൺമെന്റ് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇനി ഉള്ളിൽ നമ്മൾ നോക്കിയ ഇപ്പൊ സ്റ്റൊമക്ക് ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ജെ ഷേപ്പിലുള്ള ഒരു ബാഗ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സെല്ലുണ്ട്. ഈ സെല്ലിന്റെ ഔട്ടർ എൻവയോൺമെന്റും ഇപ്പത്തെ എൻവയോൺമെന്റ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ഇറ്റ് ഇസ് സെലക്ടീവ്ലി പെർമിയബിൾ. കണ്ട അണ്ടനെ അടകോടനെ എല്ലാവരും കയറ്റി ഒന്നും വിടില്ല. ആളും തരവും ഒക്കെ നോക്കിയിട്ട് ആള് ഡീസന്റ് ആണോ, ഉള്ളിലോട്ട് കയറിയ വല്ല പ്രശ്നം ഉണ്ടാക്കോ എന്നൊക്കെ നോക്കിയിട്ടേ സെലക്ടീവ്ലി പെർമിയബിൾ ആയിട്ട് ഉള്ളിലേക്ക് കയറ്റിട്ടു. allows the entry and exit of only some molecules in and out of the cell. കടത്തി വിടൂല്ല. ഓക്കെ, നമ്മുടെ വീട്ടിലെ പോലെ തന്നെ, അച്ഛനെ പോലെ അമ്മേനെ പോലെയാണ്.
കണ്ട ആൾക്കാരെ എല്ലാം ഉള്ളിലോട്ട് കയറ്റിട്ട് നമ്മൾ തോന്നുമ്പോൾ എനിക്ക് പുറത്തോട്ട് പോകാനോട്ട് സമ്മതിക്കില്ല. ഇതാണ് പ്ലാസ്മ മെംബ്രെയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസ്മ മെംബ്രെയിന്റെ ഏതാണ്ട് ഒരു ഐഡിയ മനസ്സിലായി. ഈ സ്ട്രക്ചർ എങ്ങനെയാ? സ്ട്രക്ചർ പ്ലാസ്മ മെംബ്രെയിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കണമല്ലോ. സ്ട്രക്ചർ എന്ന് പറയുന്നത് വഴുവഴുന്നുണ്ടാവും. എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? വഴുവഴുന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഫ്ലെക്സിബിൾ ആണ്. ഇങ്ങനെ അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ട് ഒടിയാനും മടങ്ങാനും ഒക്കെ ഇച്ചിരി ഇങ്ങനെ പിടിച്ചാനൊക്കെ പറ്റുന്ന സാധനമാണ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ എങ്ങനെയാ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുക? ഫ്ലെക്സിബിൾ. ദിസ് ഇസ് ഗോയിങ് ടു ബി ഫ്ലെക്സിബിൾ. ഓക്കെ. അപ്പൊ ഇതിൽ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ അമീബയുടെ ഒരു കാര്യം എടുത്തു. അപ്പം അമീബ സാധാരണ നല്ല ഉണ്ടയായിട്ട് നല്ല സുന്ദരനായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? അമീബയുടെ അപ്പുറത്ത് ഒരു ഭക്ഷണം വന്നു. അപ്പൊ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യും? പതുക്കെ അങ്ങ് വളരാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് നോക്കിയതാണോ? അമീബ വളരുന്ന കാര്യം നോക്കിയതാണോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? നോക്കിയോ? ഫാഗോസൈറ്റോസിസ് നോക്കിയോ? അപ്പോഴാണ് ഭക്ഷണം വന്നത്. അപ്പൊ ഭക്ഷണം ഇവിടെ കണ്ടതും അമീബയുടെ സ്വഭാവം മാറി. അമീബ എന്ത് ചെയ്തു? പതുക്കെ സൈറ്റോപ്ലാസം ഒക്കെ ഇങ്ങനെ വളർത്തി അസുന്ദരമായ മുഖമൊക്കെ വികൃതമായി രണ്ട് കൊമ്പൊക്കെ വന്ന് അങ്ങനെ ചുറ്റി അങ്ങനെ പതുക്കെ ഇതിനെ പിടിച്ചിട്ട് അകത്താക്കി. ഈ പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് അമീബയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. ഞാൻ അനങ്ങില്ല, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞാൽ നിൽക്കുള്ളൂ, അമീബ അങ്ങനെ മരിച്ചു പോവുള്ളൂ. ആണോ അല്ലയോ? Plasma membrane is flexible only because of it. Amoeba is able to trap the bhakshana. Not only amoeba, ladies and gentlemen. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, ആരെങ്കിലും ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ WBC ഓടിപ്പോയിട്ട് വിഴുങ്ങുന്നത് ഈ സ്റ്റൈലിലാണ് വിഴുങ്ങുന്നത്, ഇങ്ങനെയാ കഴിക്കുന്നത്. അപ്പൊ ഇറ്റ് ഇസ് ഫ്ലെക്സിബിൾ. സോ അതുകൊണ്ട് തന്നെ അമീബ ഈസ് ഗോയിങ് ടു യൂസ് ഇറ്റ്. WBCs പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ്, which are our soldiers, are going to use it. Okay. So ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് the cell engulfs the food from its surrounding using ഇതിനെ ഈ എക്സ്റ്റൻഷനെ പറയുന്ന പേര് നോക്കിയേ, സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ എന്നാണ് പറയാം. സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ. അതിനെ നമ്മൾ എന്താ പറയാ? സ്യൂഡോപോഡിയ. അതിനെ നമ്മൾ എന്താ പറയാ? സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ. ഇങ്ങനെ സ്യൂഡോപോഡിയ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിനെ എൻഡോസൈറ്റോസിസ്, എൻഗൾഫിംഗ് ഫുഡ്, ഇതിനെ എൻഡോസൈറ്റോസിസ് എന്ന് പറയും. സോ പ്രോസസ് ഓഫ് യൂസിങ് സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനെ ട്രാപ്പ് ചെയ്യണേനെ നമ്മൾ സൈറ്റോസിസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഓൾറൈറ്റ്, മനസ്സിലായോ? സോ നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആണ് പറഞ്ഞു. ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് വെച്ചിട്ടാ ഉണ്ടാക്കിയേക്കണേ? പ്ലാസ്മ മെംബ്രെയിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ലിപ്പിഡ്സും പ്രോട്ടീൻസും വെച്ചിട്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത്. എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. മാത്രമല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കാണാൻ പറ്റും എന്ന് പറയും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഇത്രയും സംഭവം മനസ്സിലായ കുട്ടികളെ? നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു. സോ ഇതില് പ്ലാസ്മ മെംബ്രെയിന്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് സെലക്ടീവ്ലി പെർമിറ്റിംഗ് പീപ്പിൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, സബ്സ്റ്റൻസസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു വാക്ക് പറയണം കേട്ടോ കുട്ടികളെ, പറയാതെ രക്ഷയില്ല. Okay, so how movement of substances happen inside and outside? The movement of substances നെ പറ്റിയിട്ട് നമ്മളൊന്ന് സംസാരിക്കാൻ പോകണം. അപ്പൊ നമ്മളെ ഒന്ന് ട്രാക്ക് മാറി ചിന്തിക്കാൻ പോവുകയാണ്. അതായത് പ്ലാസ്മ മെംബ്രെയിനെ പറ്റി ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലെക്സിബിൾ ആണ്. പ്ലാസ്മ മെംബ്രെയിൻ നോക്കിയും കണ്ടുവൊക്കെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുള്ളൂ. അങ്ങനെ നോക്കിയും കണ്ടുവൊക്കെ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റണേ എന്നുള്ളതിനെ പറ്റിയിട്ട് സൈഡ് ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു കഥ പറയാൻ പോവാൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ, രണ്ട് വാക്കുകൾ നമ്മൾ അറിയേണ്ടതാണ് കുട്ടികളെ. എന്തൊക്കെയത്? ഡിഫ്യൂഷൻ ഈസ് വൺ വേർഡ്. സെക്കൻഡ് വേർഡ് ഇസ് ഓസ്മോസിസ്. വാട്ട് ഈസ് മൈൻഡ് ബൈ? രണ്ട് ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് ഇപ്പൊ സേ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, അതേപോലെ ബാക്കി സാധനങ്ങൾ മേ ബി ഷുഗർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഏതൊരു സാധനമാണെങ്കിലും that is going to move from, ഇപ്പൊ ഇവിടെ ഒരു സാധനം ഹൈ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഇതിനെ ചുറ്റും 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എപ്പോഴും മനസ്സലിയും.
ഷോ അപ്പുറത്ത് കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് ഇറ്റ് വിൽ മൂവ് ഫ്രം ഇറ്റ്സ് ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. അപ്പൊ ഓക്സിജൻ ഇപ്പൊ സേ ഇവിടെ ഭയങ്കര കൂടുതലാന്ന് വിചാരിച്ചോ, O2 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 പറഞ്ഞിട്ട് കുറെ ഉണ്ട്. ഇവിടെ ഒരു O2 ഉണ്ട്. അപ്പൊ ബൈ വിഷമം തോന്നുന്നു, പക്ഷെ ഒറ്റക്കല്ലേ നിൽക്കണേ, കുറച്ചല്ലേ ഉള്ളൂ. It will oxygen will move from its high concentration to low concentration. High concentration to low concentration. എപ്പോ വരെ move ചെയ്യും? Until the concentrations are equal. So this process in which a substance move from its high concentration to low concentration, അതിനെ diffusion എന്ന് പറയാം. Until an equilibrium is reached. രണ്ടും almost equal ആവുമ്പോ കഥ കേട്ടോണ്ടിരിക്കുക എല്ലാവരും. നമ്മൾ RRR സിനിമയാണോ പിള്ളേരെ കാണുന്നത്? ലെക്ചർ നോട്ട് ചെയ്യണം പിള്ളേരെ, എല്ലാവരും ലെക്ചർ നോട്ട് എഴുതണം. ഓക്കെ, സോ ഡിഫ്യൂഷൻ. അപ്പൊ ഡിഫ്യൂഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വന്നിട്ട് വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, ആരും വന്നിട്ട് തുണ്ടി തള്ളി വിടേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഇസ് സ്പോണ്ടേനിയസ് വിത്തൗട്ട് എനി എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. ദിസ് ഹാപ്പൻസ് the spontaneous movement. So what is diffusion? Diffusion is spontaneous movement of molecules from higher concentration to lower concentration. മനസ്സിലായോ? ഇത്രയും സംഭവം മനസ്സിലായോ എന്താണ് ഡിഫ്യൂഷൻ? ഓക്കെ, this will happen across the plasma membrane. അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കോ, ഓക്സിജൻ എടുത്തു എന്ന് വിചാരിച്ചോടെ പിള്ളേര്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ തലയാന്ന് വിചാരിച്ചോ, ഇതങ്ങനെ നമ്മുടെ കൈയാന്ന് വിചാരിച്ചോ, വണ്ടർഫുൾ കൈ, ആൻഡ് ദിസ് ഇസ് നമ്മുടെ കൈയാണ് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെയോ ഒരു ലങ്സ് ഉണ്ട്, ഇവിടെ ഒരു ലങ്സ് ഉണ്ട്. ആ ലങ്സിൽ നിന്നും ഇതാണ് നമ്മുടെ ലങ്സ്. ഓൾറൈറ്റ്, അപ്പൊ ലങ്സിന്റെ ഉള്ളിൽ നിന്നും എന്ത് സംഭവിക്കും? ഇവിടെ ഇങ്ങനെ ഒരു ലങ്സ്, അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ലങ്സ്. ലങ്സിന്റെ ഉള്ളിൽ ഓക്സിജൻ വന്നു, ഓക്സിജൻ അങ്ങനെ ബ്ലഡിലേക്ക് പോയി. അപ്പൊ ബ്ലഡിന്റെ ഉള്ളില് ഇപ്പൊ നമ്മള് ബ്രീത്തിങ് ചെയ്തു, ബ്രീത്തിങ് ചെയ്തപ്പോ ഓക്സിജൻ ഭയങ്കരമായിട്ട് ലങ്സിന്റെ ഉള്ളിൽ കയറി. ബ്ലഡിന്റെ ഉള്ളിൽ ഓക്സിജൻ 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 കുറേ ഉണ്ട്. ഓൾറൈറ്റ്, now there is a cell which is near your over here. ഫീറ്റിന്റെ അടുത്ത് ഒരു സെൽ ഉണ്ട്, ഒരു സെൽ ഇങ്ങനെ ഇരിക്കുകയാണ്. So consider this cell. Okay, I am drawing this cell over here. Alright, അപ്പൊ ബ്ലഡ് ഓക്സിജൻ, ഇത് ബ്ലഡ് വെസൽ വഴി, ബ്ലഡ് വഴി ഓക്സിജൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഈ സെൽ, അപ്പൊ ഇവിടെ കുറെ ഓക്സിജൻ ഉണ്ട്, ബ്ലഡിൽ കുറെ ഓക്സിജൻ ഉണ്ട്. Now this oxygen is going to, ഇവിടെ ബ്ലഡ് ഓക്സിജൻ കൂടുതലാണ്, സെല്ലിന് ചുറ്റും ഓക്സിജൻ കുറവാണ്. സോ ആദ്യം ഇങ്ങോട്ടേക്ക് ചാടും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സെല്ലിന് ചുറ്റും ചാടും. സെല്ലിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ ഓക്സിജൻ കുറവാണ് അല്ലെ? Now what is going to happen? Oxygen is going to enter from outside into the cell. Did you understand? അപ്പൊ ലങ്സ് ഓക്സിജൻ എന്താ സംഭവിച്ച? ലങ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ വലിച്ചു കയറ്റി. ഓക്കെ, അങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ബ്ലഡിന്റെ ഉള്ളിൽ ഓക്സിജൻ കയറി, ഓക്സിജൻ അങ്ങനെ വന്നു. സെല്ലിന്റെ ചുറ്റും ഓക്സിജൻ കുറവായിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ഫസ്റ്റ് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്തു. And when we saw that oxygen is less inside the cell, oxygen started diffusing into the cell from the external environment. Did you understand? അപ്പൊ സെല്ല് ഓക്സിജൻ എടുത്തു. Now സെല്ല് ഓക്സിജൻ എടുത്തിട്ട് സെല്ല് വെറുതെ ആണോ ഓക്സിജൻ സന്തോഷത്തിനാണോ വാങ്ങിച്ചു വെച്ചേ? അല്ല. സെൽ യൂസസ് ദിസ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി. എനർജി. അപ്പൊ ഉള്ളിൽ എന്തുണ്ടായി? എനർജി ഉണ്ടായി. ഉള്ളിൽ എന്താണ് ഉണ്ടായത്? വളരെ മനോഹരമായിട്ട് എനർജി ഉണ്ടായി. കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടാവും? I'm going to rub this. കൂട്ടത്തിൽ എനർജി മാത്രമല്ല, എനർജി ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു സാധനം കൂടി ഉണ്ട്. എന്താ? The waste materials are going to be produced, which is especially carbon dioxide. Carbon dioxide is produced. Carbon dioxide, lot of carbon dioxide are produced. Now what is going to happen? സെല്ലിന്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടേക്ക് പോകും? To its lower concentration, it moves out. Carbon dioxide moves from higher concentration to lower concentration, which is outside. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരാതാണ്, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വന്നു. Now carbon dioxide is very less inside the blood. Inside the blood, it goes into the blood. It moves into the blood. Did you understand? Carbon dioxide moves from its higher concentration to lower concentration. Where was the higher concentration? Inside the cell. Where was the lower concentration? Ultimately, lower concentration was there inside the blood. അപ്പൊ സെല്ലിൽ നിന്നും ബ്ലഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ചാടി. ബ്ലഡ് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ലങ്സിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് നമ്മൾ ഒരു ദീർഘമായ
നെടുവീർപ്പിട്ടിട്ട് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കളഞ്ഞു. മനസ്സിലായോ കുട്ടികളെ? See how diffusion works അല്ലേ? ഇപ്പൊ വെരി സിമ്പിൾ പ്രോസസ്. ദിസ് ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് പോലെ ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്സിജൻ കോൺസെൻട്രേഷൻ അതേ ഇത് സംഭവം മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ട്, ഇത് വെള്ളമാണെന്ന് വിചാരിച്ചു. ദിസ് ഇസ് വാട്ടർ. വാട്ടറിൽ ആരുണ്ട്? വാട്ടറിൽ അമീബ ഉണ്ട് വിചാരിച്ചു. വാട്ടറിൽ ആരുണ്ട്? നമ്മുടെ സ്വന്തം അമീബ. ഓക്കെ, അമീബ. അപ്പൊ oxygen is dissolved in water. See, oxygen which is dissolved in water is more. Oxygen is going to enter into amoeba by diffusion. Idinte ullile carbon dioxide is going to be produced. Carbon dioxide is going to diffuse out because carbon dioxide concentration is less outside. Three മനസ്സിലായോ? Three okay ആണോ? Perfect. Okay. So idane carbon dioxide and oxygen അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കഥ. So this is spontaneous movement എന്ന് നമ്മൾ പറഞ്ഞു. No expenditure. Lecture note എഴുതണ പിള്ളേരെ. Spontaneous movement of molecules from high concentration to low concentration is called diffusion. അതല്ലേ diffusion? Exactly. അത് തന്നെയാണ് diffusion. അതിന്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. വെരി കറക്റ്റ്. ഓക്കെ, അടുത്തത് എന്താണ്? നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോസിസ്. അടുത്ത വാക്ക് ഇതേപോലെ തന്നെ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again it is a spontaneous movement, ladies and gentlemen. സ്പോണ്ടേനിയസ് മൂവ്മെന്റ് തന്നെയാണ്. ആകെ ഉള്ളത് വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ. വാട്ടർ ഇസ് ഓൾവേസ് ഇമ്പോർട്ടന്റ്. വി ഗിവ് എ സ്പെഷ്യൽ സ്റ്റേറ്റസ് ഫോർ വാട്ടർ. വാട്ടർ മാത്രമല്ല across semi permeable membrane. മറ്റേതിലെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ല. സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ഫ്രം വാട്ടറിന്റെ ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, വെള്ളത്തിന്റെ ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ, അതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ത്രൂ എ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ, അതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. സോ ഓസ്മോസിസ് ഇസ് എ പാസേജ് ഓഫ് വാട്ടർ ഫ്രം എ റീജിയൻ ഓഫ് ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ ടു ലെസ് വാട്ടർ കോൺസെൻട്രേഷൻ. ഇത്രയും മനസ്സിലായോ? ഹൈ വാട്ടർ കോൺസെൻട്രേഷൻ to less water concentration water movement ചെയ്യുന്നതിനാണ് ത്രൂ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇമ്പോർട്ടന്റ് ആണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ is also over here. ഇത്രയും മനസ്സിലായോ? ഇത്രയും ഓക്കെ ആണോ? Now ഇനി നോക്കിക്കോ, രണ്ട് വാക്കുകൾ പറയാം, കൺഫ്യൂഷൻ ആവട്ടെ. Concentrated solution, dilute solution. All right, ladies and gentlemen. Now, okay, ഒരു സ്പൂൺ നമ്മൾ എടുത്തു. ഓക്കെ, ഈ ഒരു സ്പൂണില് നമ്മൾ എന്ത് ചെയ്തു? ഒരു നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞിട്ട് ഈ സ്പൂണിൽ അത് നിറച്ചു. ഓൾ റൈറ്റ്, അത് ഞാൻ വൈകയ്ക്ക് തരാൻ പോവാൻ. അത് ഞാൻ ആർക്ക് കൊടുത്തു? അത് ഞാൻ വൈകയ്ക്ക് കൊടുത്തു. ദിസ് ഇസ് എ. ഓൾറൈറ്റ്, ഇനി രണ്ടാമത്തെ ഒരു സ്പൂൺ എടുത്തു. ഓക്കെ, ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് ഒരു ഗ്ലാസ്സിനകത്ത് ഫുൾ വെള്ളം ഒഴിച്ച് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മള് ദിയയ്ക്ക് കൊടുക്കാൻ പോവാൻ. ടെൽ മീ വിച്ച് ഇസ് കോൺസെൻട്രേറ്റഡ് ആൻഡ് വിച്ച് ഇസ് ഡൈല്യൂട്ട്? എന്താ മോളെ? എ എന്താണെന്ന് പറയും? Concentrated. A concentrated. Do you understand? That okay aane? A concentrated, it is dilute. Are you all clear with that? Yes? Okay. Okay. Now I am going to ask you. എന്താ മോനെ dilute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് dilute അല്ലേ? വെള്ളം, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഈ നാരങ്ങ ഞാൻ പിഴിഞ്ഞത്. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഫുൾ നാരങ്ങ പിഴിഞ്ഞത്. എന്നിട്ട് അതിന്ന് ഒരു സ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഭഗത്തിന് അത് കുടിക്കാൻ പറ്റും, പക്ഷെ നാരങ്ങ മാത്രം പിഴിഞ്ഞത് കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ്. യു ഗെറ്റ് ദ പോയിന്റ്? യു ആർ ഗെറ്റിംഗ് ദ പോയിന്റ്? നൗ ടെൽ മീ സംതിങ്. ഇതിലാണോ വാട്ടർ കൂടുതൽ, ഇതിലാണോ വാട്ടർ കൂടുതൽ? ഡൈല്യൂട്ടില് വാട്ടർ കൂടുതൽ. ഡൈല്യൂട്ടില് വാട്ടർ ഇസ് മോർ. ഇവിടെ വാട്ടർ ഈസ് ലെസ്. Are you guys clear with this? വെള്ളം കൂടുതലാണ്.
സോ ഇവിടെ ഓസ്മോസിസിൽ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് വാട്ടർ മൂവ് ചെയ്യും ത്രൂ സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഇപ്പൊ മനസ്സിലായോ? ബിക്കോസ് ഡൈല്യൂട്ടിൽ വെള്ളം കൂടുതലാണ്, വാട്ടർ മോർ ആണ്, ഇവിടെ വാട്ടർ ലെസ് ആണ്. മനസ്സിലായോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? എഴുതിട്ട് എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. തനിയെ മനസ്സിലാക്കി എഴുതി എന്നിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ കുട്ടികളെ? അപ്പൊ നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരുന്ന? ഓസ്മോസിസ് എന്താന്ന് നമ്മൾ നോക്കിയില്ലേ? ഓസ്മോസിസ് മീൻസ് വാട്ട്? ഓസ്മോസിസ് മീൻസ് ഇറ്റ് ഇസ് എ സ്പോണ്ടേനിയസ് മൂവ്മെന്റ്. ഒക്കെ സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ആരുടെയാണ്? വെള്ളത്തിന്റെ, വാട്ടർ ഫ്രം വാട്ടറിന്റെ ഹൈ കോൺസെൻട്രേഷൻ, to water and less concentration through semi-permeable membrane. Water and high concentration എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? dilute solution, yeah. And water and less concentration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? concentrated solution. Are you guys clear with this? Yes, all right, perfect. അപ്പൊ അത് ഓക്കെ. ഇനിയുള്ളത് നമ്മൾ അപ്പൊ സൊല്യൂഷന്റെ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടേക്ക് ഒന്നുകൂടി പോണം. എന്തത്? 3 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. എന്തൊക്കെയാത്? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, അതേപോലെ ഐസോട്ടോണിക് സൊല്യൂഷൻ. 3 സൊല്യൂഷൻസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു സെല്ല് ഉണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, ആ സെല്ലിന് ചുറ്റുമുള്ള ആൾക്കാര് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ചുറ്റുമുള്ള ആൾക്കാർ ഈ സെല്ലിനെ പിടിച്ചിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ടു, അല്ലെങ്കിൽ ഞാൻ പൈപ്പ് വെള്ളത്തിലിട്ടു, അല്ലെങ്കിൽ ഞാൻ പ്യുവർ വാട്ടറിലിട്ടു. ഇതിനെയാണ് ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മള് പല പല സൊല്യൂഷൻസ് എന്ന് പറയും. ഒരു സെല്ലിനെ പിടിച്ചിട്ട്. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾസും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വിചാരിച്ചു. സെല്ലിന് ചുറ്റും ഒരു മീഡിയം ഉണ്ട്. ഓക്കെ, സെൽ ഹാസ് എ മീഡിയം അറൌണ്ട് ഇറ്റ്. ആ മീഡിയം എന്ന് പറയുന്നതില് ഹൈപ്പോട്ടോണിക് ആണെങ്കിൽ സെല്ലിന്റെ ചുറ്റുമുള്ള മീഡിയം ഹാസ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ. ഇവിടെ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ദാറ്റ് ഈസ് ഈ സെല്ലിന് ചുറ്റും ഡൈല്യൂട്ട് മീഡിയം ആണുള്ളത്. ഓക്കെ, സെല്ലിന്റെ ചുറ്റുമുള്ള മീഡിയം is dilute. That is, water is more outside the cell. Okay, hypotonic solution, medium has more water. So now what is going to happen? ഞാൻ ഒരു സെല്ലിനെ പിടിച്ചിട്ട് ഉണക്ക മുന്തിരിങ്ങനെ പിടിച്ചിട്ട്, ഉണക്ക മുന്തിരി സോങ് അല്ല, ഉണക്ക മുന്തിരിങ്ങ, ആക്ച്വൽ ഉണക്ക മുന്തിരിങ്ങ, അതിനെ പിടിച്ചിട്ട് നമ്മൾ വെള്ളത്തിലിട്ടു വിചാരിച്ചോ. എന്താ സംഭവിക്ക? ഉണക്ക മുന്തിരിങ്ങ ഞൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാവും ആണല്ലോ, അല്ലെ? ഇതിന് ചുറ്റും ഞാൻ ഒരു ഗ്ലാസിന്റെ ഇങ്ങനെ വെള്ളത്തിലിട്ടു. അടുത്ത ദിവസം എന്ത് സംഭവിക്കും? വാട്ടർ is going to enter into the resin. Water is going to enter into the cell. Water is going to enter into the cell, but because water was more outside, right? So when a cell is kept inside the hypotonic solution, the cell is going to gain water by osmosis. എങ്ങനെയാ വെള്ളം ഗെയിൻ ചെയ്യണം? ബൈ ഓസ്മോസിസ്. കാരണം ഓസ്മോസിസ് കാരണമല്ലേ മൂവ് ചെയ്ത്, റൈറ്റ്? ഓസ്മോസിസ് കാരണം വെള്ളം വെച്ചിട്ട് ആൻഡ് ഗുണ്ടു ആവും. എന്താവും? സെൽ വിൽ swell up. swells up. ഇതാണ് സംഭവിക്കുക. മനസ്സിലായോ? ഗുണ്ടുവായി. ഓൾറൈറ്റ്. ആൻഡ് ഇതിനെ നമ്മൾ പറയേണ്ട ഒരു സാധനം, ഇങ്ങനെ സെല്ല് സ്വെൽ അപ്പ് ചെയ്യണതിന് പറയുന്ന സാധനമാണ് ടേർജിഡ് ആയി. സെൽ ബിക്കംസ് ടേർജിഡ് എന്നാണ് പറയുന്നത്. സെൽ ബിക്കംസ് ടേർജിഡ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം ഇൻഫ്ലേറ്റഡ്. ഗുണ്ടു ഭയങ്കര തടിയായി. ഓക്കെ, ആൻഡ് ഇറ്റ് മൈറ്റ് ബ്രേക്ക്. മനസ്സിലായോ? This is what is going to happen when you keep a stuff inside a hypotonic solution. മക്കളെ, ഏത് സിനിമയാ കേട്ടോണ്ടിരിക്കണേ? ലെക്ചർ നോട്ട് എഴുതണം പിള്ളേരെ. സാഗരൊക്കെ അന്ന് മതി പറഞ്ഞിരിക്കുക. മുന്തിരിങ്ങയുടെ അകത്ത് പോയിട്ട് അതേപോലെ ഇങ്ങനെ തടി വെച്ചോണ്ടിരിക്കുക.
Hypotonic solution, ladies and gentlemen. What is hypotonic solution? Means നമ്മുടെ സെല്ലിന്റെ ചുറ്റുമുള്ള medium has a lot of water. That's it. Okay. അപ്പൊ medium surrounding the water, medium surrounding the cell has lot of water. അതിന് hypotonic solution. Very simple. പുറത്ത് വെള്ളം കൂടുതലാണ്. വെള്ളം is going to come into the cell. Cell is going to swell up. It will inflate and it might even break. It becomes turgid. Okay. Hypertonic solution. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? Hypertonic solution. See, medium has lower concentration. Medium has, so this is what ഉണക്ക മുന്തിരിങ്ങ ഞാൻ മലയാളത്തിൽ എഴുതിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ? റേസിൻ എഴുതാം. Okay, raisin. This is the story of raisin. Now hypertonic is the story of achar, pickle. All right, this is the pickle story. What is going to happen? Okay, നമ്മുടെ കടുമാങ്ങ, കടുമാങ്ങ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഗുണ്ടുമായിട്ടിരിക്കുന്ന സാധനം. ഓക്കെ, ഇതിനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഉപ്പിലിട്ടു. കുട്ടികളെ എന്തിലിട്ടു? ഉപ്പിലിട്ടു അല്ലെ? ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമ്മൾ പൊതിഞ്ഞൊക്കെ വെച്ചിട്ട് ലോട്ട് ഓഫ് ഉപ്പ് ആണോ അല്ലയോ? വാട്ട് വിൽ ഹാപ്പൻ? സി, പുറത്ത് വാട്ടർ ഇസ് ലെസ് നൗ. പുറത്ത് വാട്ടർ ഇസ് എക്സ്ട്രീംലി ലോ. Right, and we have put it inside salt, which means it's a very concentrated environment outside. Concentrated stuff which is there. Ivada ninnum water is going to move out. Appo cell, appo oru cell njan ingane porthekku eduthu nu vechu. This is the cell. Now what is going to happen? Ullile vellam koodudalana. Now outside it is hypertonic because there is lot of salt. Water is going to move out, water is going to move out. So നമ്മുടെ പാവപ്പെട്ട മാങ്ങയ്ക്ക് എന്തായി? അവസാനം ചാക്കി ചുളുങ്ങി ഇങ്ങനത്തെ അവസ്ഥയിലായി. മനസ്സിലായോ? It will shrink. The cells are going to lose water again by osmosis, ladies and gentlemen. This is hypertonic solution that we are talking about. The cell in the medium is going to have less water. So what is going to happen? Cell is going to lose water. നീ കൊണ്ടുപോക്ക എന്റെ വെള്ളം എന്ന് സെല്ല് പറയും. അപ്പൊ പക്ഷെ സെല്ലിന്റെ അവസ്ഥ എന്തായി? Water is going to cross the plasma membrane and ultimately cell is going to shrink. Okay, shrink ചെയ്യും. So അപ്പൊ ultimately cell is shrinking. Okay, അപ്പൊ especially if you see, അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നോക്കാം. ഇനി അടുത്തത് ഇത് രണ്ടെണ്ണം മനസ്സിലായ കുട്ടികളെ? ഒരെണ്ണം അച്ചാറാണ്, ഒരെണ്ണം റേസിൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്താ സംഭവിക്കുന്നത്? കമ്മിങ് ടു ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, എന്തോ പറഞ്ഞോ? ഹൈപ്പർടോണിക്കില് സോൾട്ട് മാത്രമേ വരുള്ളൂ? അല്ല മോനെ, എന്ത് ഇപ്പൊ ഷുഗർ ഇട്ടാലും ഇതേപോലെ സംഭവിക്കും. ഷുഗർ ഓൾസോ ബേസിക്കലി സൊല്യൂട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സൊല്യൂട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇപ്പൊ നാരങ്ങയാണെങ്കിൽ പുറത്ത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഐഡിയലി പുറത്തേക്ക് വരും വെള്ളം. ബിക്കോസ് അവിടെ സൊല്യൂട്ട് കൂടുതലാണ്. എന്റെ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കെമിസ്ട്രി പഠിക്കുമ്പോഴേക്കും ഞാൻ ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് പക്കായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഇത് നോക്കുമ്പോൾ വീണ്ടും മനസ്സിലാവും. ഓക്കെ, ഒരു ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കെമിസ്ട്രി തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് കെമിസ്ട്രി കഴിയും. Now coming to മോനെ ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മുടെ മാങ്ങ ഒരു പ്രശ്നവും ഇല്ല. മാങ്ങേനെ പിടിച്ചിട്ട് നമ്മൾ സാധാരണ പ്യുവർ വാട്ടറിൽ ഇട്ട് വെച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോർമൽ, വേറെ ഒന്നുമില്ല. ഐസോട്ടോണിക് സൊല്യൂഷൻ വേറെ ഒന്നുമില്ലടാ പിള്ളേരെ. ഈ സെല്ലുണ്ട്, ഏതോ ഒരു മീഡിയം ഉണ്ട്. ഈ മീഡിയം ഇസ് ഗോയിങ് ടു ഹാവ് സെയിം വാട്ടർ. ഇവിടെ 2 വാട്ടർ ആണെന്ന് വിചാരിച്ചോ, ഇവിടെ 2 വാട്ടർ ആണെന്ന് വിചാരിച്ചോ. നൗ ദിസ് ഇസ് ഗോയിങ് ടു ബി ഈക്വൽ. 2 സ്ഥലത്തും ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി ഐസോട്ടോണിക് സൊല്യൂഷൻ. So if the cell is placed in isotonic solution, there is no net movement of water. നോക്കിക്കോ, this word is very very important. Net എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? വല എന്നാണോ അർത്ഥം? അല്ല. എന്താ ഇതിന്റെ അർത്ഥം? Here continuously water is going to come in, water is going to move out. Water is coming in, water is going to move out. Continuously water exchange will happen. വെള്ളം വരികയും ചെയ്യും, പോവുകയും ചെയ്യും, വരികയും ചെയ്യും, പോവുകയും ചെയ്യും. പക്ഷെ എത്ര വരുന്നോ അത്ര തന്നെ പോകും, എത്ര വരുന്നോ അത്ര തന്നെ പോകും. So no net movement is there. ഒരാൾ വന്നു, ഒരാൾ പോയി, ഒരാൾ വന്നു, ഒരാൾ പോയി. So there is no net movement. But then there is movement of water. There is movement of water into and out. There is movement of water, but there is no net movement.
Are you guys clear with this? So we have studied, ladies and gentlemen, hypotonic solution, hypertonic solution, and isotonic solution. ഇതിൽ ഇഷ്യൂ എന്താ വരുന്നേ? ഹൈപ്പോയും ഹൈപ്പറും തെറ്റിപ്പോകുമോ ഇല്ലയോ? ഹൈപ്പോയും ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണോ? അതായത് പുറത്താണോ വെള്ളം കൂടുതൽ, അകത്താണോ വെള്ളം കൂടുതൽ എന്ന് തെറ്റിപ്പോവോ ഇല്ലയോ? തെറ്റിപ്പോവാൻ സാധ്യതയുണ്ടെങ്കിൽ ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ഹിപ്പോപൊട്ടാമസ് എവിടെയാണ് മുങ്ങിയിരിക്കണേ? മുങ്ങിയിരിക്കുന്നത് എന്താ? ഹിപ്പോപൊട്ടാമസിന്റെ അകത്താണോ പുറത്താണോ വെള്ളം കൂടുതല്? പുറത്ത്. അത്രേ ഉള്ളൂ. ഹിപ്പോപൊട്ടാമസിന്റെ പുറത്ത് വെള്ളം കൂടുതൽ, ഹിപ്പോപൊട്ടാമസിന്റെ പുറത്ത് വെള്ളം കൂടുതൽ. അത് വെച്ച് ഓർത്താ മതി. അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനില് പുറത്ത് വാട്ടർ ഇസ് ഹൈ, വാട്ടർ കൂടുതൽ. ഹിപ്പോപൊട്ടാമസിന്റെ പുറത്ത് വാട്ടർ കൂടുതൽ. മനസ്സിലായോ? അപ്പൊ വാട്ടർ ഇസ് ഗോയിങ് ടു കം ഇൻ. ഇറ്റ് വിൽ സ്വെൽ അപ്പ് ത്രൂ ഓസ്മോസിസ്. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ അഗൈൻ റിവേഴ്സ് ആയിരിക്കും. ഇത്ര ഓക്കെ ആണോ? ഓക്കെ, ഓൾ റൈറ്റ്. ഒന്ന് റിവൈസ് ചെയ്തോ കുട്ടികളെ. വേഗം റിവൈസ് ചെയ്തു. ഓക്കെ, ബാക്കി നോക്കാം. അപ്പൊ ഈ ഓസ്മോസിന്റെ ഡിഫ്യൂഷന്റെ നേച്ചറിൽ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വെള്ളത്തിൽ കുറെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമീബയുടെ കഥ. ഓക്കെ, വെള്ളത്തിൽ കുറെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്. അവരെങ്ങനെയാണ് ഈ വെള്ളത്തിൽ നിന്ന് എങ്ങനെയാ ഓക്സിജൻ ഓരോ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് കിട്ടുന്നത്? ത്രൂ ഡിഫ്യൂഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാ പുറത്തേക്ക് കളയുന്നത്? ത്രൂ ഡിഫ്യൂഷൻ. പിന്നെ വെള്ളം മറ്റേ ഇപ്പൊ റൂട്ട്സ് ഉണ്ട് വിചാരിച്ചു, ചെടികളുടെ റൂട്ട്സ്. Now the roots. ഇത് സോയിലായിരിക്കും. ഈ സോയിലിൽ നിന്നും വെള്ളം ഉള്ളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ, സോഡിയം അയോൺ ഉള്ളിലേക്ക് പോകുന്നത്, ന്യൂട്രിയൻസ് ഉള്ളിലേക്ക് പോകുന്നത് ത്രൂ ഡിഫ്യൂഷൻ ആൻഡ് ബൈ ഓസ്മോസിസ്. വെള്ളം ഉള്ളിലേക്ക് പോകുന്നത് ഇറ്റ് ഇസ് ബൈ ഓസ്മോസിസ്. പ്ലാന്റിന്റെ റൂട്ട്സ് വെള്ളത്തിന് ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നത് ഇറ്റ് ഇസ് ബൈ ഓസ്മോസിസ്. സെല്ലിന്റെ ഉള്ളിലേക്ക് പോകണ്ടേ, റൂട്ട്സിന്റെ ഉള്ളിലേക്ക് പോകണ്ടേ, ബൈ ഓസ്മോസിസ് നടക്കും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒരു സെല്ലുണ്ടെന്ന് വിചാരിച്ചോ, ഈ സെല്ല് അതിന് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നും ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്നത്. എന്റെ തലച്ചോറിൽ, സാഗറിന്റെ തലച്ചോറിന്റെ ഓരോരോ സെല്ലുകളിലും ബുദ്ധി വരണ്ടേ? ബുദ്ധി വരണമെങ്കിൽ സാഗറിന്റെ തലച്ചോറിന്റെ സെല്ലുകള് അപ്പുറത്ത് നിന്നെല്ലാം ഷുഗർ വലിച്ചെടുക്കണ്ടേ, ന്യൂട്രിയൻസ് വലിച്ചെടുക്കണ്ടേ സാഗറെ? അല്ലെ, അതെങ്ങനെയാ നടക്കണേ? ബൈ ഡിഫ്യൂഷൻ ആണ് അത് നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ചുറ്റും നമ്മുടെ സെല്ല് അതിന്റെ എൻവയോൺമെന്റിൽ നിന്നും ന്യൂട്രിയൻസിന് എൻവയോൺമെന്റിൽ നിന്നും വലിച്ചെടുക്കുന്നു എന്നല്ല. സാഗറിന്റെ ബ്രെയിൻ സെല്ല് പുറത്തു നിന്ന് വലിച്ചെടുക്കുന്നു എന്നല്ല, ആ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്നു എന്നല്ല അർത്ഥം. ആ ബ്രെയിനിന്റെ ചുറ്റുമുള്ള, ആ ബ്രെയിനിന്റെ സെല്ലിന്റെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഡീപ് ഇൻസൈഡ് പറയും. അതിന് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നും അത് ന്യൂട്രിയന്റ് വലിച്ചെടുക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ന്യൂട്രിയൻസ് ഓഫ് ദ സെൽ is going to get its nutrients with the help of diffusion. പുരിഞ്ചിതാടെ കുഴഞ്ഞെങ്കിലാ? മനസ്സിലായോ? Now coming to the next part, which is again the next one, which is cell wall. Okay, yeah. Coming to the cell wall. Cell wall again. നമ്മൾ എന്താ പറഞ്ഞു? സെൽ മെംബ്രെയിൻ ഉണ്ട്, കൂട്ടത്തില് സെൽ വാൾ ഉണ്ട്. ആർക്ക് സെൽ വാൾ ഉണ്ട്? നമുക്ക് സെൽ വാൾ ഉണ്ടോ? എന്ന് ചോദിച്ച സെൽ വാൾ ഇല്ലേ? നമുക്ക് സെൽ വാൾ ഇല്ലേ ദിയ എന്ന് ചോദിച്ചാൽ ദിയക്ക് കൺഫ്യൂഷൻ ആവും. ഇല്ലേ ദിയ? സെൽ വാൾ ഇല്ല. പ്ലാന്റ് സെൽസിന് മാത്രമാണ് സെൽ വാൾ ഉള്ളത്. പ്ലാസ്മ മെംബ്രെയിന് ചുറ്റുമുള്ള പ്ലാസ്മ മെംബ്രെയിന് ചുറ്റും കട്ടിയായിട്ട് വേറൊരു ചേട്ടനുണ്ട്. ആരാണ്? സെൽ വാൾ. ആർക്കുണ്ട്? പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ. സെൽ വാൾ is going to be non-living. Ladies and gentlemen, this is non-living. ആൻഡ് ഫ്രീലി പറഞ്ഞു ആര് വേണമെങ്കിൽ കയറി വന്നത്, എനിക്ക് ഒരു പ്രശ്നമില്ല, എന്നെ കൊണ്ടൊന്നും നോക്കാനില്ല. കാരണം പ്ലാസ്മ മെംബ്രെയിൻ നോക്കുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ പറയും കറക്റ്റ് ആണോ, സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ്, മറ്റേത് മതിലിനെ പോലെയാണ്. ആര് വേണമെങ്കിൽ കയറി വന്ന് ആര് വേണമെങ്കിൽ കയറി പോക്കെ ഞാൻ ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഐ എം നോട്ട് ലിവിങ്. മറ്റേ പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇറ്റ് ഇസ് ലിവിങ്. ആക്ച്വലി ഇറ്റ് ഇസ് ലിവിങ് ആൻഡ് ഈ പറയുന്നത് പോലെ സെക്യൂരിറ്റി ഗാർഡിനെ പോലെ സെലക്ടീവ്ലി പെർമിയബിൾ മാത്രമേ സമ്മതിക്കുകയുള്ളൂ. സെൽ വാൾ ഇസ് നോൺ ലിവിങ് ആൻഡ് ഫ്രീലി പെർമിയബിൾ ആൻഡ് it kind of determines the shape of the plant cell. അല്ലെ, പ്ലാന്റ് സെല്ലിന്റെ ഷേപ്പ് ഇങ്ങനെ പട്ടിക്ക് അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ പ്ലാന്റ് സെല്ലിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ചേട്ടനാണ്. ഡെസിക്കേഷൻ, സെല്ലൊക്കെ ഇങ്ങനെ പൊട്ടി പാളീസായിട്ട് പോവാതിരിക്കാനായിട്ട് നമ്മുടെ സെൽ വാള് ഹെൽപ്പ് ചെയ്യും. ഡെസിക്കേഷൻ, വെള്ളമില്ലാതെ അങ്ങ് പൊളിഞ്ഞു പോവുക, അതിൽ നിന്നും സംരക്ഷിക്കുന്നത് സെൽ വാളാണ്. ആൻഡ് സെൽ വാൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വെരി 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 ഇമ്പോർട്ടൻറ്റ്. സെല്ലുലോസ്. ഈ സെല്ലുലോസ്, അപ്പൊ ഈ പറയുന്നത് പോലെ പശുക്കള് ഇതിന്റെ ഭക്ഷണം കഴിക്കും.
ഭക്ഷണം കഴിച്ചിട്ട് അത് അങ്ങനെ സ്tomachലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും ആ സ്tomachലുള്ള സാധനം മുഴുവനും പശുക്കൾ തിരിച്ചെടുക്കും. വീണ്ടും അതിരുന്ന് ചവയ്ക്കും. ഓക്കെ, കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ഓ, പശുക്കൾ എന്ത് മനോഹരമായിട്ടാണ് അയവിറക്കുന്നത്. സംഭവം സ്tomachലുള്ള സാധനം പിന്നെയും പുറത്തെടുത്തിട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഇതിനെയാണ് അയവിറക്കുക എന്ന് പറയുന്നത്. എന്തിനാ പശുക്കൾ ഇങ്ങനെ വെറുതെ കഷ്ടപ്പെട്ടെ? Because cellulose is one of the hardest things to digest. Hardest stuff to digest. നമുക്ക് സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആനിമൽസ് ഡു നോട്ട് ഹാവ് ദ കേപ്പബിലിറ്റി ടു ഡൈജസ്റ്റ് സെല്ലുലോസ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലാന്റിന്റെ സാധനങ്ങൾ കുക്ക് ചെയ്തിട്ട് വേണ്ടി കഴിക്കുന്നത്. ബട്ട് സെല്ലുലോസ് ഓഫ് കോഴ്സ് പ്രൊവൈഡ്സ് എ റഫേജ് ഇൻ ഫൈബർ തരുന്നതൊക്കെ സെല്ലുലോസ് കുറെ തരും. നൗ കമ്മിങ് ടു സെൽ വാളിന്റെ ഫംഗ്ഷൻ എന്താണ്? മെക്കാനിക്കൽ സ്ട്രെങ്ത്. സെല്ല് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെല്ല് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് സ്റ്റേഷനറി അല്ല, ഒരേ സ്ഥലത്ത് നിൽക്കാൻ. ഈ എൻവയോൺമെന്റ് മാറുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് അതിന് ജീവിക്കാൻ പറ്റില്ല. സോ ഇറ്റ് റിക്വയർസ് സം കൈൻഡ് ഓഫ് അഡീഷണൽ പ്രൊട്ടക്ഷൻ അല്ലെ? അപ്പൊ അത് വൺ ഓഫ് ദ മേജർ റീസൺസ് ആണ്. അതിന്റെ സെല്ലിന് കുറെ കൂടി മെക്കാനിക്കൽ സ്ട്രെങ്ത് സെൽ വാള് കൊടുക്കും. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വെള്ളം കയറി എന്ന് വിചാരിച്ചു, ഭയങ്കരമായിട്ട് വാട്ടർ കയറി അങ്ങ് വാട്ടർ കയറി ഇതങ്ങ് റിജിഡായി ഇങ്ങനെ സെല്ലിന്റെ അടുത്തേക്ക് വന്ന് this is going to become turgid എന്നാണ് അല്ലേ പറയാ. വെള്ളം കേറിയിട്ട് this becomes turgid. ഐഡിയലി അനിമൽ സെല്ലാണെങ്കിൽ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അനിമൽ സെല്ലാണെങ്കിൽ ബ്രേക്ക് ചെയ്യും. ബട്ട് സെൽ വാൾ പ്രൊട്ടക്ട്സ് ദ പ്ലാന്റ് സെൽ ഫ്രം ബ്രേക്കിംഗ്. സെൽ വാൾ ഉള്ള ഒരേ ഒരു കാരണം കൊണ്ടാണ് പ്ലാന്റ്സിന്റെ സെല്ല് സ്വെല്ലപ്പ് ചെയ്താൽ ചെയ്യും. ഓക്കെ, എന്നാലും അത് ബ്രേക്ക് ചെയ്യാതെ. ഏത് സൊല്യൂഷനിൽ ഇടുമ്പോഴാണ് സ്വെല്ലപ്പ് ചെയ്യുന്നത്? ഏത് സൊല്യൂഷനിൽ ഇടുമ്പോഴാണ്? വെള്ളത്തിൽ കൂടുതലുള്ളപ്പോ, ഹിപ്പോപ്പൊട്ടാമസ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ഇടുമ്പോ സ്വെല്ലപ്പ് ചെയ്യും. പക്ഷെ ബ്രേക്ക് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? സെൽ വാൾ ഉള്ളത് കൊണ്ടാണ്. എന്താ സംഭവിക്കുക? ഈ സെല്ലിന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങോട്ടേക്ക്, ഞാനൊരു വാളിൽ അങ്ങോട്ട് പുഷ് ചെയ്തു വിചാരിച്ചോ, അങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്തു. ഞാൻ ഇവിടെ നിന്നിട്ട് വാട്ടർ, എന്റെ എല്ലാ കണ്ടന്റ്സും അങ്ങോട്ടേക്ക് പ്രഷർ അപ്ലൈ ചെയ്തു. സെൽ വാൾ is going to put in a reverse pressure. Cell wall is going to apply a reverse pressure which is there. അതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്യില്ല. ഇതുകൊണ്ട് ഈ സാധനം ബ്രേക്ക് ചെയ്യില്ല. തിരിച്ചൊരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പിടിച്ചു വെക്കും. അത് കാരണം ഇത് ബ്രേക്ക് ചെയ്യില്ല. Cell wall is going to be freely permeable to water. കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ ആൻഡ് സബ്സ്റ്റൻസസിന് ഫുള്ളി പെർമിയബിൾ ആണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ സെൽ വാള്, താങ്ക് യു, ഇത് കൊണ്ടുവച്ചോ. ശരി, ഇവിടെ. അപ്പൊ പ്ലാന്റ് സെൽസിൽ മാത്രമല്ല, ഫംഗസിലും ബാക്ടീരിയയിലും സെൽ വാൾ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഫംഗസിന്റെയും ബാക്ടീരിയയുടെയും സെൽ വാള് സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. സെല്ലുലോസ് കൊണ്ടല്ല ഉണ്ടാക്കിയിട്ട്, പ്ലാന്റ്സിന്റെ സെൽ വാള് മാത്രമാണ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എടാ കുട്ടികളെ ഒന്നും കൂടി നോക്കാം നമുക്ക്. ഫങ്ഷൻസ് ഓഫ് സെൽ വാൾ എന്താ? മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കും. മാത്രമല്ല, ഇറ്റ് ഇസ് ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ ആൻഡ് സബ്സ്റ്റൻസസ് ഇൻ ദ സൊല്യൂഷൻ. ഇത് മാത്രമല്ല, നമ്മൾ എന്താ പറഞ്ഞ, സെല്ലെങ്ങാട് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഇട്ടിട്ട് സെല്ലെങ്ങാട് സ്വെല്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ there is a pressure. Cell wall applies a pressure അല്ലെ? അങ്ങനെ പ്രഷർ വരുമ്പോഴത്തേക്കും ഈ സെല്ല് ബ്രേക്ക് ചെയ്യാതെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കും. ആൻഡ് മോർ ഓവർ, ഈ പറയുന്ന പോലെ പ്ലാന്റ്സിന്റെ സെല്ല്, അനിമൽസിന്റെ അല്ല, ഫംഗൈയുടെ സെല്ല്, ബാക്ടീരിയയുടെ സെല്ല് ഒക്കെ ബേസ്റ്റ് ആവാണ്ട് സംഭവിക്കുന്നത് നമ്മുടെ സ്വന്തം സെൽ വാൾ, നമ്മുടെ സ്വന്തം അല്ല, അവരുടെ സ്വന്തം സെൽ വാൾ ആണ്. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ശരി. Now coming to the next portion. അപ്പൊ ഇതാണ് സെൽ വാൾ, ഇതാണ് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ ഇട്ട ഉപ്പ് മാങ്ങ. ഓക്കെ, അപ്പൊ ഇതില് പറഞ്ഞോ. എനിക്കൊരു ഡൗട്ട്, സെൽ വാള് ബ്രേക്ക് ആവുമോ? ബ്രേക്ക് ആവൂ? സെൽ വാള് ബ്രേക്ക് ആവില്ല. സെൽ വാള് ബ്രേക്ക് ആവില്ല. എന്ത് പറ്റി? ഡൗട്ട്. ഓക്കെ, അപ്പൊ ഈ ശരിക്കും സെൽ വാളാണ് എന്ത് ചേഞ്ചസ് സറൗണ്ടിങ് മീഡിയത്തിൽ ഉണ്ടെങ്കിലും അത്യാവശ്യം പ്ലാന്റ്സിന് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെൽ വാളാണ്. ഓക്കെ, നൗ കമ്മിങ് ടു രണ്ട് ടേംസ്. ഒരു ടേം പ്ലാസ്മോളിസിസ് എന്ന് പറയുന്ന ടേം എന്താണ്? പ്ലാസിഡ് കുഴപ്പമില്ല. ഓക്കെ, പ്ലാസ്മോളിസിസ്, പ്ലാസിഡ് ആൻഡ് ടർജിഡ് എന്താണ് നമുക്ക് നോക്കാം. പ്ലാസ്മോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഒരു സെല്ലിനെ പിടിച്ചിട്ട് ഞാൻ ഒരു ലിവിങ്
പ്ലാന്റ് സെല്ലിന്, ഒരു ലിവിങ് പ്ലാന്റ് സെല്ലിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉപ്പ് 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 ഉപ്പ്, ലോട്ട് ഓഫ് ഉപ്പ്. ഓക്കെ, അപ്പൊ സോൾട്ടി വാട്ടറിൽ ഞാൻ പിടിച്ചിട്ട് ഇട്ടു എന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കും? ദിസ് ഹാസ് എ സെൽ വോൾ. ഐഡിയലി ഇതിന് ചുറ്റും എന്തുണ്ട്? ഇതിന് ചുറ്റും ഒരു സെൽ വാൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ട് ഇട്ടു. Now what is going to happen? ഇത് എന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇതിനെ ചുറ്റും, ഇതിന്റെ ഉള്ളിൽ മുഴുവനും സൈറ്റോപ്ലാസം. ഓക്കെ, now this particular പ്ലാസ്മ മെംബ്രെയിൻ, ദിസ് പെർട്ടിക്കുലർ, ഇതിനെ എല്ലാത്തിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. ഉള്ളിലത്തെ ഭാഗത്തിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. Now this living plant cell is going to lose water. ഉള്ളിൽ നിന്നും വെള്ളം ലൂസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ ഉള്ളിലത്തെ പ്രോട്ടോപ്ലാസം, it is going to shrink. It is going to move away from. നേരത്തെ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ എന്തായി? ദൂരേക്ക് 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 വന്നു. It is going to move away from the cell wall. When originally the plasma membrane was like this, വെള്ളമൊക്കെ മര്യാദയ്ക്ക് ഉണ്ടായിരുന്നു. Now this lost water and the protoplasm is going to move away from the cell wall because it lost water. മനസ്സിലായി? സെൽ വോൾ അവിടെ തന്നെ നിൽക്കും, കാരണം സെൽ വോളിന് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കി എല്ലാ കണ്ടന്റും പോയപ്പോഴത്തേക്കും the protoplasm is going to shrink away from the cell wall. This phenomenon is known as plasmolysis. മനസ്സിലായി? ഈ ഫിനോമിനനെയാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത്. So what is plasmolysis? ഒരു ലിവിംഗ് പ്ലാന്റ് സെൽ when it loses water, എങ്ങനെയാ ലൂസ് ചെയ്യുന്ന? ഓസ്മോസിസ് വഴി. എപ്പോഴാ ലൂസ് ചെയ്യുന്ന? ഹൈപ്പർടോണിക് സൊല്യൂഷൻ വരുമ്പോൾ it loses water. അപ്പൊ എന്ത് സംഭവിക്കും? പ്രോട്ടോപ്ലാസം is going to move away from the cell wall. പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ എല്ലാ കണ്ടന്റ്, it is going to move away from the cell wall. This phenomenon is known as plasmolysis. Okay, എക്സാമ്പിൾ, ഞാൻ എന്റെ സെല്ലിനെ പിടിച്ചിട്ട് കോൺസെൻട്രേറ്റഡ് സുഗർ സൊല്യൂഷൻ ഇട്ടു, അല്ലെങ്കിൽ ഞാൻ ഉപ്പിലിട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദ സെൽ, വെള്ളം ഉള്ളിൽ കൂടുതലാണ്, വെള്ളം ഉള്ളിൽ കൂടുതലാണ്. ഇവിടെ വാട്ടർ ഈസ് ലെസ്, ഇവിടെ വാട്ടർ ഈസ് ലെസ്. ഓക്കെ, water is going to move away, water is going to move out of the cell, and because of this protoplasm is going to move away from the cell. ഇത്രയും സാധനം മനസ്സിലായോ? ഓക്കെ ആണോ? ഈ പോയിന്റിനെയാണ്, ഈ ഫിനോമിനെയാണ് പ്ലാസ്മോലൈസ് എന്ന് നമ്മൾ പറയും. Are you guys clear with this? എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കേ. അതിരത്ത്, ഫറ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കേ. ഓക്കെ, ഫ്ലാസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോട്ടോണിക് സൊല്യൂഷനിൽ there is no change in cell. സെല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ചും ഇല്ല, അതിനെയാണ് ഫ്ലാസിഡ് സ്റ്റേറ്റ് എന്ന് പറയാ. ടർജിഡ് മീൻസ് ഹൈപ്പോട്ടോണിക്. ഹൈപ്പോട്ടോണിക് മീൻസ് ഹിപ്പോപ്പൊട്ടാമസ്, ഔട്ട്സൈഡ് വാട്ടർ ഇസ് കൂടുതൽ, വാട്ടർ കൂടുതലാണ്. അപ്പൊ വെള്ളം ഉള്ളിലേക്ക് കയറും, ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും the cell content is going to press against the cell wall. സെൽ കണ്ടന്റ് ഇങ്ങനെ ബോസ്റ്റ് ചെയ്യാൻ പോണ പോലെ ഇങ്ങനെ ഗുണ്ടു ഗുണ്ടുമായിട്ട് നിൽക്കും. അതിനെയാണ് നമ്മുടെ ടർജിഡ് കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, ടർജിഡ് കണ്ടീഷൻ, ഫ്ലാസിഡ് കണ്ടീഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ പ്ലാസ്മോളിസിന്റെ അല്ല, പ്ലാസ്മന്റെ കാര്യം കഴിഞ്ഞു. ആക്ച്വലി പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്, സെൽ വാൾ ഉണ്ട്. അതിന്റെ ഡിഫറൻസസ് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കണ സാധനം. ഓക്കെ, now coming to the major portion, brain of the cell, which is known as the nucleus. Nucleus is going to be very large, ladies and gentlemen. Nucleus is going to be very കൂടുതൽ ഏറ്റവും വലിയ ടീമാണ്, കൂടുതൽ large ആയിട്ടുള്ള സാധനം. Spherical, generally this is spherical body which is going to be there. And animal cell in the cases generally it is നടുക്ക് പ്ലേസ് ആയിട്ട്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നടുക്ക് പ്ലേസ് ആയിട്ടുള്ള സാധനം. ന്യൂക്ലിയസ് വളരെ മാസ്റ്റർ പീസ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ വലിയ വലിയ VIPസിന്റെ ഒക്കെ മുറിയിൽ പോയി കഴിഞ്ഞാൽ 2 3 വാതിലുകളും ഒക്കെ കടന്നിട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ന്യൂക്ലിയർ ന്യൂക്ലിയസിന്റെ അവസ്ഥ. 2 മെംബ്രെയിൻസ് ഉണ്ട്. ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ അല്ല, മറിച്ച് 2 മെംബ്രെയിൻസ് ഉണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ന്യൂക്ലിയർ മെംബ്രെയിൻസ്. ഇവിടെയാണ് ട്വിസ്റ്റ്. ആർക്ക്? യൂകാരിയോട്സ് എന്ന് പറയുന്ന വിഭാഗത്തിന്. Okay, there is entirely another set of organisms which are known as prokaryotes. Prokaryotes. Okay, prokaryotes means, pro means carry on means nucleus. Carry on means nucleus. ന്യൂക്ലിയസിന് മുന്നേ ഉണ്ടായിരുന്നവർ, ഇവർക്ക് മര്യാദയ്ക്ക് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമില്ല.
ഇവരെ സംബന്ധിച്ചിടത്തോളം no nuclear membrane is there. Do you understand? See, if you see, if there is no nuclear membrane, there is no nucleus. See, നമ്മൾ ഇപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെയും it is an empty space. Only because you have created something around it, around the empty space, can you call this empty space as a room? All right. See, if in this particular area a particular membrane comes in, then only inside this we'll call this as a maybe room. അതേപോലെയാണ് ന്യൂക്ലിയസിന്റെ കാര്യം. There is no membrane out here. So no, prokaryotes do not have a well-defined nucleus for them. All right, we'll come to that in a moment. But coming again, prokaryotes do not have a nuclear membrane, whereas eukaryotes, നമ്മൾ എല്ലാവരും eukaryotes ആണ്. Plants are eukaryotes. We are eukaryotes. A huge variety of stuff are under eukaryotes. But then prokaryotes are very, very huge in number. They are katakidilum people, bacteria, monera, kore teams are people. Now, nuclear membrane എന്ന് പറയുന്നത് it is going to separate. ഈ ന്യൂക്ലിയസിനെ നോക്കിയേ, ന്യൂക്ലിയസിനെ ഇത് നോക്കടാ കുട്ടികളെ, ഇതിപ്പോ ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചു. This is going to be nucleus. All right. Okay, ഒന്നും കൂടി വായിച്ചിട്ട് വരയ്ക്കാം. Okay, നമുക്ക് this is going to be your nucleus. Okay, the nucleus. Now this is going to be your nuclear membrane. This is going to be two nuclear membrane. ഈ nuclear membrane എങ്ങനെയാന്ന് പറഞ്ഞാൽ അവിടെ pores ഉണ്ടാവും. There are going to be pores. Okay, ഇത് pores ഉണ്ടാവും. Pores എന്ന് പറഞ്ഞാൽ ഓട്ടകൾ ഉണ്ടാവും. അവിടെ pores ഉണ്ടാവും. Now there is going to be a plasma membrane outside. Okay, so the nuclear membrane is going to separate. This is going to be your cytoplasm. Nuclear membrane is going to separate nucleus and cytoplasm തമ്മിൽ അവർ സെപ്പറേറ്റ് ചെയ്യും. മാത്രമല്ല ന്യൂക്ലിയർ മെംബ്രെയിനിൽ എന്തുണ്ടാവും, ഓട്ടകൾ ഉണ്ടാവും, പോഴ്സ് ഉണ്ടാവും. ആ പോഴ്സിൽ കൂടിയിട്ടാണ് ഇവിടെ നിന്നും ഓരോരോ സബ്സ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഓരോരോ സബ്സ്റ്റൻസ് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പോഴ്സ് വഴിയായിരിക്കും. നൗ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഉള്ളിൽ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഉള്ളില് there is a substance known as nucleoplasm. Inside the nuclear membrane there is a liquid ground substance. Liquid ground substance എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിൽ ഫിൽ ആയിരിക്കണം മെറ്റീരിയൽ. That is going to be a liquid. That is nucleoplasm. All right. ഇത്രയും സംഭവം മനസ്സിലായോ? Okay. Now coming to the difference between prokaryotes and eukaryotes. നോക്കിക്കോ. Prokaryotes ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ പറഞ്ഞിട്ട് സാധനം ഇല്ല. eukaryotes ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ പ്രോകാരിയോട്ട്, അപ്പൊ ഒബ്വിയസ്ലി യൂകാരിയോട്സിൽ നല്ലൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈസ് കൂടുതലാണ്, ഒരു 5 to 100 മൈക്രോമീറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പ്രോകാരിയോട്സിനോ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അപ്പൊ ന്യൂക്ലിയർ റീജിയൻ ഒട്ടുമേ ഡിഫൈൻഡ് അല്ല. ഇങ്ങനെ ഒരു സാധനം ഇല്ല, പ്രോപ്പർ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ടാവും. ഇവരുടെ സൈസും ചെറുതായിരിക്കും, 1 to 10 മൈക്രോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ജനറലി ക്രോമസോം എന്ന് പറയുന്ന സാധനത്തിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പൊ വരാം. ഇവരുടെ ക്രോമസോമിനെ പറ്റിയിട്ട് ഇപ്പൊ വരാം, തൽക്കാലം അത് പഠിക്കാറായിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുക. ആ ന്യൂക്ലിയസിന്റെ ഇടയിൽ പോഴ്സ് ഉണ്ടാവും. ദിസ് ഇസ് ഗോയിങ് ടു ബി ന്യൂക്ലിയർ മെംബ്രെയിൻ. ഉള്ളില് എന്താ ഉണ്ടാവുക? ഉള്ളില് there is going to be a thread like material which is chromatin material. ഉള്ളില് there is going to be a chromatin material. Moreover, there is a dense spherical body which is known as nucleolus, which is going to be there. ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയർ മെംബ്രെയിൻ, ഡബിൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും. ന്യൂക്ലിയർ മെംബ്രെയിനിൽ പോർ ഉണ്ടാവും. മാത്രല്ല ഉള്ളില് there is going to be chromatin material, chromatin thread which is going to be there, and a dense material which is known as nucleolus. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ എന്താണ് ഉള്ളിലുള്ളതെന്ന്. ഒന്നും കൂടി നോക്കിയേ പടം. അപ്പൊ ഇത് നോക്കിയോ, അപ്പൊ ന്യൂക്ലിയസിൽ എന്താണ് ഉള്ളത്? നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെന്ന് മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ ഇനിയൊരു സാധനം കൂടി ഉണ്ട്. എന്താണ്? ഈ ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെ എന്താ വിളിക്കുന്നത്? ന്യൂക്ലിയോപ്ലാസം എന്ന് നമ്മൾ വിളിക്കും അല്ലെ. ആൻഡ് ന്യൂക്ലിയോലസ്, ഈ ന്യൂക്ലിയോലസ് ഉണ്ടല്ലോ, ന്യൂക്ലിയോലസ് ഇസ് ഗോയിങ് ടു ബി വെരി റിച്ച് ഇൻ എന്തിലൊക്കെ? പ്രോട്ടീൻ. Nucleolus is going to be rich in protein and RNA. Nucleolus is going to be rich in protein and RNA. Nucleolus in a no membrane.
ഇതിന് നോ മെംബ്രെയിൻ, ഇതിന് മെംബ്രെയിൻ ഉണ്ടാവില്ല, ഇതിന് ചുറ്റും മെംബ്രെയിൻ ഉണ്ടാവില്ല. ഓൾറൈറ്റ്, ഓക്കെ. പിന്നെ മാത്രല്ല ഇനി ഒരാൾ ആരാ, ക്രോമാറ്റിൻ മെറ്റീരിയൽ ഉണ്ടാവുന്ന നമ്മൾ പറഞ്ഞു. ക്രോമാറ്റിൻ മെറ്റീരിയൽ ഇത് തിന്നായിട്ടുള്ള ത്രെഡ് ലൈക്ക് മെറ്റീരിയൽ ആണ്. ഒരു മൊത്തത്തിൽ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ടാവും, ഇന്റർവൈൻഡ് ആയിട്ട് ഇങ്ങനെ തര പറയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മുടെ ജട പിടിച്ചിരിക്കുന്ന തലമുടി പോലെ ഉണ്ടാവും, അങ്ങനെ ഇന്റർവൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇറ്റ് ഇസ് ജസ്റ്റ് ഇന്റർവൈൻഡ് മാസ് ഓഫ് ക്രോമസോം മെറ്റീരിയൽ. അത് എന്താ ക്രോമസോം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഈ ക്രോമാറ്റിൻ ത്രെഡ് ഇങ്ങനെ 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 കിടക്കട്ടെ. ഈ ക്രോമാറ്റിൻ ത്രെഡ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? നമ്മൾ പറയും നൂല്, കോട്ടൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ എന്ന് പറയണ പോലെ ക്രോമാറ്റിൻ ത്രെഡ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മെയ്ഡ് വിത്ത് DNA. ദിസ് ഇസ് ഗോയിങ് ടു ബി മെയ്ഡ് വിത്ത് DNA. DNA ആണ് genetic material, ladies and gentlemen. Very, very important. Because വൈകയുടെ കണ്ണ് എങ്ങനെ വരുന്നു, വൈകയുടെ തലമുടി എങ്ങനെ വരുന്നു, അതിരതിന്റെ ചെവി എങ്ങനെ വരുന്നു, അതിരതിന്റെ കണ്ണ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, A to Z, അതിരതിന്റെ വിശപ്പ് ഉണ്ടാവുന്നുണ്ടോ, ദിയക്ക് ദാഹം ഉണ്ടാവുന്നുണ്ടോ, ഈ പറയുന്ന പോലെ ഉറക്കം വരുന്നുണ്ട്. എവറിത്തിങ്, every single thing is going to be determined by the DNA. എന്തെങ്കിലും ഹോർമോൺസ്, എന്തെങ്കിലും പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് DNA ആണ്. That is going to be a genetic material. അച്ഛനെ പോലെയാണ്, അമ്മയെ പോലെയാണ്. അച്ഛന്റെ കൈ കിട്ടി, കാല് കിട്ടി, മൂക്ക് കിട്ടി, അച്ഛനിൽ നിന്നും കിട്ടി എന്ന് പറയുന്നത് it is because this genetic material is transmitted from your parents to the offspring, transmitted from your parents to you. നിങ്ങൾ എന്ന് പറയുന്നത് അച്ഛന്റെ അരസെല്ലും അമ്മയുടെ അരസെല്ലും ചേർന്നുണ്ടായ ആൾക്കാരാണ്. അച്ഛന്റെ ഹാഫ് ഓഫ് ദ സെല്ലും അമ്മയുടെ ഹാഫ് ഓഫ് ദ സെല്ലും. ഈ ഹാഫ് സെല്ലില് ഈ DNA ആണുള്ളത്. ഈ അരസെല്ലില് അച്ഛന്റെ DNA, ഈ അരസെല്ലിലും അമ്മയുടെ DNA. ഇത് രണ്ടും ചേരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള DNA കിട്ടി. അവിടെ തുടങ്ങി നമ്മൾ ജീവിച്ചു തുടങ്ങി. ഒരു സെല്ലിൽ നിന്ന് കൂടി നമ്മൾ ജീവിച്ചു തുടങ്ങി. This DNA, every single DNA we have got from our parents. Alright, so this DNA is known as the genetic material. DNA യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ്. അപ്പൊ ഒന്നും കൂടി നോക്കുക. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. മെംബ്രെയിൻ ഇല്ലാത്ത സ്ഥലത്ത് ഓട്ടകൾ ഉണ്ട്. ഇതിന്റെ അകത്ത് ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയോപ്ലാസത്തിന്റെ അകത്ത് ക്രോമാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്. ന്യൂക്ലിയോലസിന്റെ ചുറ്റും മെംബ്രെയിൻ ഇല്ല. It is just protein and RNA. Okay, chromatin material is going to be made with DNA. DNA യുടെ full form deoxyribonucleic acid. ഇത് മാത്രമല്ല, ഇതിൽ ഒരു സാധനം കൂടി ഉണ്ടാവും. This will have some proteins as well. This is going to have a lot of protein. In fact, majorly it will have proteins. Okay, DNA is the genetic material. നമ്മുടെ സെല്ലിന്, ഈ ഒരു സെല്ലിന് ഫങ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ സെല്ലിന് ഫങ്ഷൻ ചെയ്യാൻ, ഈ സെല്ല് ഗ്രോ ചെയ്യാൻ, ഈ സെല്ല് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള എല്ലാ ഫങ്ഷൻ, എല്ലാ ഇൻഫർമേഷൻസും ഈ ക്രോമാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്. DNA is going to store all the information. DNA will have information for functioning of cell. അതേപോലെ growth of cell, അതുപോലെ റീപ്രൊഡക്ഷൻ ഓഫ് സെൽ. മനസ്സിലായോ? റീപ്രൊഡക്ഷൻ ഓഫ് സെൽ. ഇതിനൊക്കെയുള്ള ഇൻഫർമേഷൻ DNA-യിലാണുള്ളത്, DNA ന്യൂക്ലിയസിലാണുള്ളത്. സോ യു ക്യാൻ സേ ദാറ്റ് nucleus is going to influence the nucleus decides the functioning of cell. Nucleus decides the growth of cell. Nucleus decides the reproduction of the cell. എന്ന് നമുക്ക് പറയാൻ പറ്റും. So ഈ പറയുന്ന പോലെ DNA has all the information which are required for construction of the cell and organizing the cell. സെല്ലിന്റെ എല്ലാ functioning of cell. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കോ. രണ്ട് വാക്കുകൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഇതിൽ നോക്കിക്കോ. നമ്മള് രണ്ട് വാക്കുകള് ഇപ്പൊ നമ്മൾ DNA എന്നൊരു വാക്ക് പറഞ്ഞു അല്ലെ? DNA. അതിനേക്കാൾ മുന്നേ ഇപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞു? ക്രോമാറ്റിൻ മെറ്റീരിയൽ വിച്ച് ഇസ് ദെയർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് എന്നൊരു വാക്ക് പറഞ്ഞു. ക്രോമാറ്റിൻ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്?
DNA വെച്ചിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. DNA വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Are you guys clear with that? You guys are clear with that. ഞാന് ഇനിയിപ്പോ നമുക്ക് ഈ DNA ഇത് ക്രോമാറ്റിക് മെറ്റീരിയൽ ചപ്പുചവറായിട്ട് കിടക്കുന്ന സാധനം. ഓക്കെ, നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ്, ഞാൻ ഈ DNA പിടിച്ചിട്ട് വലിച്ച് നീട്ടി വിചാരിച്ചു. There will be a segment of DNA. This is going to code for maybe eye color. All right, ideally eye color അല്ല, എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആയിരിക്കും. തൽക്കാലം നമുക്ക് ഇത് മനസ്സിലാക്കി. This particular segment is going to code for your this is going to code for your sound in the sound alla, maybe skin color, all right, skin color nature. See, these things, these particular pieces which code for a particular function, particular protein, each segment in it, this is gene 1, gene ennu parayam, this is gene 2 ennu nammal parayam. The code, the pieces of the DNA which is going to code for a particular functionality is known as a gene. Manasilayo? This is known as a gene. Appo gene endanu manasilayo? In DNA there are distinct segments which are going to code for a particular protein. ആ ഭാഗത്തിൽ ഈ ഭാഗങ്ങളൊക്കെയോ ഇതെല്ലാം ജങ്ക്, ചുമ്മാ ഷോ വെറുതെ കിടക്കുന്നുണ്ടാവും. Major part of the DNA is junk DNA. That is the beauty of it. Okay, very few portions are genes, very few portions are GNA. Appa genes are the functional segments of the DNA. They code for particular proteins. Adana gene ennu parayunna san. Are you guys clear with what gene is? Gene endanu manasilayo? Concept manasilayo? Now coming to the next term, which is chromosome. You know what chromatics ആണെന്ന് പറയുന്നത് കിടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുരുണ്ടു കൂടിയിട്ടാണ്. But the beauty is when the cell decides that I am going to divide, cell is deciding that okay, it's time for me to divide. ഇത് completely untangled ചെയ്യും. അത് untangled, ആ ജട അഴിക്കും, തനിയെ കെട്ട് അഴിക്കും, and rearrange ചെയ്ത് it is going to form a beautiful structure like this. This is known as a chromosome. This particular structure is known as a chromosome. When the cell is about to divide, the chromatin material is going to untangle itself and going to condense ചുരുങ്ങിയിട്ട് രണ്ട് thick ribbon like സംഭവങ്ങൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ക്രോമസോം എന്ന് പറയാം. And cell division in itself is wonderful and beautiful process by itself. We don't have to study that. Okay, 11th നല്ല ഭംഗിയായിട്ട് every time I teach it, എനിക്ക് ഭയങ്കര രോമാഞ്ചമാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചാപ്റ്റർ വീണ്ടും പഠിപ്പിക്കാനായിട്ട്. So now coming to the functions of the nucleus. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലായോ? ക്രോമാറ്റിൻ എന്താണെന്ന് മനസ്സിലായി. DNA എന്ന് പറയുന്നത് വലിച്ചു നീട്ടുന്നത് whole stuff is made up of DNA എന്നുള്ളത് മനസ്സിലായി. സിമ്പിൾ, കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ ഫുൾ കോട്ടൺ ത്രെഡിന്റെ ചുരുട്ടി ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ദ ക്രോമാറ്റിക് മെറ്റീരിയൽ. പക്ഷെ എടാ പിള്ളേരെ ആരോ ഗസ്റ്റ് വരുന്നുണ്ട് നീറ്റാക്കി വെക്കുന്ന പറയുമ്പോൾ നമ്മൾ അതിനെ മനോഹരമായിട്ട് ഒരു റിബൺ പോലെ ആക്കി, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ക്രോമസോം. ഓക്കെ, അതേസമയം part of the DNA which actually codes for a particular portion, അതിനെ നമ്മൾ ജീൻ എന്ന് പറയും. Are you guys clear with that? ഒരിക്കലൊന്ന് റിവൈസ് ചെയ്യണം കുട്ടികളെ. Coming to functions of the nucleus, നമ്മൾ പറഞ്ഞു സെല്ലിന്റെ ഉള്ളിലത്തെ എല്ലാ ഫങ്ഷൻസും ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് തന്നെയാണ്. സോ ന്യൂക്ലിയസ് is going to control all the metabolic activities, respiration of the cell, nutrition ne konduvarunna, excretion of the cell, ella metabolic activities nucleus aanu control cheyan povune. Cell cycle regulate cheyanathu nucleus ennu parna cell cycle keri povunnaano pillare alla. adinte artham endane? സെല്ല് വളരുന്നത്, ഗ്രോ ചെയ്യുമ്പോഴേക്കും ഉള്ളിൽ സാധനങ്ങൾ ഉണ്ടാക്കും. അതിങ്ങനെ പതുക്കെ ഇടയിൽ വെച്ചിട്ട് സെല്ല് എങ്ങാനും സ്പ്ലിറ്റ് ആയിട്ട് ഒരു സെല്ലുണ്ട് വിചാരിച്ചോ, ആ സെല്ല് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ വളർന്ന് രണ്ട് സെല്ലാവും, ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലാവും.
ഇനി 2 സെല്ലാവുമ്പോഴേക്കും ഒരു ആണും ഒരു പെണ്ണും, അതായത് പെണ്ണിന് നമുക്ക് ഇത്തിരി കുറവ് DNA കൊടുക്കാം, ഇത്തിരി കുറവ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൊടുക്കാം, ഇത്തിരി കുറവ് മൈറ്റോകോൺഡ്രിയ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് വന്നിട്ട് തിരിച്ച് തല്ലില്ലേ ഫെമിനിസം പറഞ്ഞിട്ട്? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തുല്യമായിട്ട് കൊടുക്കണം. അതിന് എന്താ ചെയ്യണ്ടേ? ഇവിടെ DNA ഉണ്ട്, ഈ DNA ഡബിൾ ആക്കണം. അല്ലെ, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിക്കണം. അങ്ങനെ ഡബിൾ ആക്കിയിട്ട് ഒരു ഭാഗം ഒരു കുട്ടിക്ക്, അടുത്ത ഭാഗം അടുത്ത കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇതൊക്കെ ഭയങ്കര മെനക്കെട്ട പ്രോസസ് ആണ്. പക്ഷെ ഇതെല്ലാം പാവം നമ്മുടെ സെല്ല് ചെയ്യും. ദിസ് ഇസ് പാർട്ട് ഓഫ് സെൽ സൈക്കിൾ. അപ്പൊ ഒരു സെല്ല് ഇത് കുട്ടി സെല്ലായിട്ട് വന്നു, ഈ സെല്ല് ഗ്രോ ചെയ്യും, ഗ്രോ ചെയ്തിട്ട് അവസാനം ഡിവൈഡ് ചെയ്യാനായിട്ട് ഇറങ്ങും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു കുട്ടി സെല്ല് ഉണ്ടാവും. സി, ദിസ് ഇസ് പാർട്ട് ഓഫ് ദ സെൽ സൈക്കിൾ. ഈ സെൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്യുന്നത്, എപ്പോ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ന്യൂക്ലിയസ്. ഓക്കെ, ഇത് മാത്രല്ല, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പേരൻസിന്റെ കയ്യിൽ നിന്നും ഓഫ് സ്പ്രിംഗിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്മിറ്റ് ആവുന്നത്. ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്മിറ്റ് ആവുന്നത് പേരൻസിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിലേക്ക്. ജനറ്റിക് മെറ്റീരിയൽ മീൻസ് എവറിത്തിങ്. നിങ്ങളുടെ ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണത്, നിങ്ങളുടെ ശരീരത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണത്. ഓക്കെ, അത് ട്രാൻസ്മിറ്റ് ആവുന്നത് ഇറ്റ് ഇസ് ത്രൂ ദിസ് പെർട്ടിക്കുലർ ജനറ്റിക് മെറ്റീരിയൽ വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. പിന്നെ ഈ പറയുന്ന പോലെ ഡിറ്റർമിൻസ് ദ വേ ദ സെൽ ഇസ് ഗോയിങ് ടു ഡെവലപ്പ്. See, that is one important thing. Okay, ഒരു സെല്ലുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ നമ്മളെ അച്ഛന്റെ സ്പേം എന്ന് പറയുന്നത് ഉണ്ട്, അതേപോലെ അമ്മയുടെ എഗ് ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി ഹാഫ് എ സെൽ ആൻഡ് ദിസ് അഗൈൻ ഇസ് ഹാഫ് എ സെൽ. ഇത് രണ്ടും മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവണ ഒരു സെല്ല്, അതിനെ നമ്മൾ സൈഗോട്ട് എന്നാണ് പറയുക. ഇതൊന്ന് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്നേ ഉള്ളൂ. ഫസ്റ്റ് സെല്ലിനെ നമ്മൾ സൈഗോട്ട് എന്നാണ് എപ്പോഴും പറയും. ഓക്കെ, സ്പേമും എഗും കൂടി മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന സെല്ല് എന്താണ്? സൈഗോട്ട്. See, this zygote, ഒരൊറ്റ സെൽ, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണിന്റെ സെല്ലായിട്ട് മാറി. ആ കണ്ണിന്റെ സെല്ല് കാരണമാണ് നിങ്ങൾക്ക് കാഴ്ച കാണാൻ പറ്റുന്നത്. ബ്രെയിനിന്റെ സെല്ലായിട്ട് മാറി. ആ ബ്രെയിനിന്റെ സെല്ലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മെമ്മറി ഉള്ളത്. വേറൊരു ബ്രെയിനിന്റെ സെല്ലായിട്ട് മാറി. ആ സെല്ലുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മണം അറിയാൻ പറ്റുന്നത്. വേറൊരു സെല്ലായിട്ട് മാറി. ആ സെല്ല് കാരണമാണ് നിങ്ങൾക്ക് ടച്ച് അറിയാൻ പറ്റുന്നത്. വേറൊരു സെല്ലായിട്ട് മാറി, അതുകൊണ്ടാണ് തുപ്പല് വരുന്നത് നിങ്ങൾക്ക്. എത്ര തരത്തിലുള്ള സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ളത്. നെർവ് സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, എത്ര തരത്തിൽ. ആ ഒരൊറ്റ സെല്ലിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ സെല്ലിൽ നിന്നാണ് ഈ കാണുന്ന എല്ലാ സെല്ലും വന്നിട്ടുണ്ട്. ഹൗ ദിസ് പെർട്ടിക്കുലർ സെൽ ഇസ് ഗോയിങ് ടു ഗ്രോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ചെറിയ ഫംഗ്ഷൻ ആണോ? ചെറിയ ഫംഗ്ഷൻ അല്ല. ഇറ്റ്സ് ഭയങ്കര ഹെവി ആൻഡ് ഹ്യൂജ് ഫംഗ്ഷൻ ആണ്. വാട്ട് ഫോം ഇറ്റ് ഇസ് ഗോയിങ് ടു എക്സിബിറ്റ് ഡ്യൂറിംഗ് മെച്യൂരിറ്റി എന്ന് തീരുമാനിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. അതെങ്ങനെയാ തീരുമാനിക്കുന്നത്? ഈ സെല്ലിന്റെ അടുത്ത് പറയും, ഈ സെല്ലിന്റെ അടുത്ത് അതിന്റെ കെമിക്കൽ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യും. പതുക്കെ കെമിക്കൽ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ സെല്ലിനെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പർട്ടിക്കുലർലി ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ എടുക്കാനായിട്ട് റെഗുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. സെൽ ഡിഫറൻസിയേഷന് ഹെൽപ്പ് ചെയ്യും. ഐ ഫൈൻഡ് ഇറ്റ് സോ ഡിഫിക്കൽട്ട് ടു ടെൽ ദാറ്റ് വേർഡ്. ഡിഫറൻസിയേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ഇത്രയും മനസ്സിലായോ കുട്ടികളെ? ഓക്കെ, ഇനി ഹ്യൂമൻസിന്റെ ശരീരത്തില് 40, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു ക്രോമസോം ഡിവൈഡ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി വരും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരു സെല്ലിന്റെ ഉള്ളിൽ തന്നെ 46 ക്രോമസോംസ് ആണ് എല്ലാ ഹ്യൂമൻസിന്റെ ശരീരത്തില്. എക്സെപ്റ്റ് ഫോർ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാവില്ല. മകനെ സാഗരെ വീഡിയോ ഓൺ ചെയ്തിരിക്കടാ. യെസ് ടീച്ചർ, വീഡിയോ ഓൺ ചെയ്തിരിക്കും. പറ, വീഡിയോ ഓൺ അല്ലാന്ന് ഞാൻ കുറെ നേരമായിട്ട് കാണണു. സാഗറിനെ എനിക്ക് ചീത്ത പറയുന്ന പോലെ ബാക്കിയുള്ളവർ ചീത്ത പറയാൻ തുടങ്ങാറായിട്ടില്ല. ഓക്കെ, ചീത്ത പറയും വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ. അപ്പൊ കമ്മിങ് അഗൈൻ 46 ക്രോമസോംസ് ആണ് സകല ഹ്യൂമൻസിന്റെ ശരീരത്തിലുള്ളത്. ഓരോരോ അനിമൽസിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഡോഗിന് വേറെ ആയിരിക്കും, നമുക്ക് വേറെ ആയിരിക്കും, എലഫന്റ്സിന് വേറെ ആയിരിക്കും. അങ്ങനെ വേറെ നമ്പേഴ്സ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവും. Are you guys clear with this? All right. Okay. ഒരു മിനിറ്റ്, പോർഷൻ കൂടി പഠിപ്പിച്ചിട്ട് വരാം. സൈറ്റോപ്ലാസം ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പോർഷൻ. സൈറ്റോപ്ലാസം നമ്മൾ എന്താ പറഞ്ഞു? ഇപ്പൊ നമ്മൾ പറഞ്ഞു. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ പറഞ്ഞു
നമ്മളൊരു പ്ലാസ്മ മെമ്പറൈൻ ഉണ്ടടാ കുട്ടികളെ, നമുക്ക് ന്യൂക്ലിയസിന്റെ അതിന്റെ ഇടയിലുള്ളതാണ് ന്യൂക്ലിയർ എൻവലപ്പിന്റെയും പ്ലാസ്മ മെമ്പറൈന്റെ ഇടയിലുള്ള പോർഷനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയാം. സോ ദ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻസൈഡ് ദ സെൽ, അതിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയും. സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഉള്ളിൽ കുറേ സെൽ ഓർഗനൽസ് ഉണ്ട്, കുറേ തരത്തിലുള്ള സെൽ ഓർഗനൽസ് ഉണ്ട്. സോ ലിവിങ് സൈറ്റോപ്ലാസം, ഈ ഒരു സൈറ്റോപ്ലാസം നമ്മുടെ ലൈഫുള്ള സൈറ്റോപ്ലാസം ആണ്. ലിവിങ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഇസ് ഓൾവേസ് ഹാവിങ് സം കൈൻഡ് ഓഫ് മൂവ്മെന്റ്, എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടേയിരിക്കും. അവിടെ ലോട്ട് ഓഫ് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ്, ലോട്ട് ഓഫ് തിങ്സ്, പ്രോട്ടീൻസ് വരണു, പ്രോട്ടീൻസ് ഉണ്ടാവുന്നു, പ്രോട്ടീൻസ് ഡിസ്ട്രോയ് ആവുന്നു, കാർബോഹൈഡ്രേറ്റ്സ് വരുന്നു, ലിപ്പിഡ്സ് ഉണ്ടാവുന്നു, ലിപ്പിഡ്സ് ഡിസ്ട്രോയ് ആവുന്നു, അങ്ങനെ ഇങ്ങനെ ട്രാൻസ്ഫർ നടക്കും. സോഡിയം ഉള്ളിൽ കയറും, സോഡിയം. ജസ്റ്റ് ഇമാജിൻ ദി സിറ്റുവേഷൻ, ഇവിടെ ഒരു കുത്തു കൊടുത്ത ആ കുത്തി എന്നുള്ളത് ഇവിടത്തെ നെർവ്സ് ഇവിടെ തുടങ്ങി സ്പൈനൽ കോഡിലേക്ക് അറിയിച്ച്, സ്പൈനൽ കോഡ് ബ്രെയിനിലേക്ക് അറിയിച്ച്, ബ്രെയിന് തിരിച്ച് ചേട്ടാ കൈ മാറ്റിക്കോ അല്ലെങ്കിൽ അനുഭവിച്ചോ എന്ന് പറഞ്ഞ് ഇവിടത്തെ ടിഷ്യൂസിന്റെ അടുത്ത് പറയും. ടിഷ്യൂസിന്റെ അടുത്ത് പറയുമ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടത്തെ മസിൽസും ഇവിടത്തെ സ്കെൽട്ടനും എല്ലാം ഒന്നില്ലെങ്കിൽ വലിയണം, കൈ നീങ്ങണം, ഇവിടത്തെ കോൺട്രാക്ട് ആവണം, ഇവിടത്തെ എക്സ്പാൻഡ് ആവണം, ബ്ലഡ് ഫ്ലോ കൂടണം, എനർജി ഉണ്ടാവണം. So many things are happening, right? For these things to happen, just imagine the coordination which has to happen between millions of cells. It's such a beautiful thing how these millions of cells are working as a single organism. അല്ല, ഭയങ്കര കിടിലം ഒരു സംഭവമാണ് ആക്ച്വലി. ഇതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ such a beautiful thing which is happening. അപ്പോ continuous biochemical reactions are happening inside the cytoplasm എന്ന് പറഞ്ഞിട്ട് പറയും. This is a site of all the പറയാൻ പറ്റില്ല, of many biochemical reactions which are happening. ഇതാണ് സൈറ്റോപ്ലാസത്തിന്റെ കഥ. ഇനി കമ്മിങ് ടു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കുറെ സെല്ലുലർ ഓർഗനൽസ് ഉണ്ട്, അതിന്റെ പേര് ഒന്നും കൂടി നമുക്ക് ഓർത്തെടുക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, എൻഡോപ്ലാസ്മിക് പറയും, ഞാൻ പറഞ്ഞതാണ്, നാമം ജപിക്കണ പോലെ എന്ന് പറയണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഗോൾഗി അപ്പാരറ്റസ് 10 പ്രാവശ്യം പറഞ്ഞേ. ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി അപ്പാരറ്റസ്. ലൈസോസോംസ്, 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 ലൈസോസോംസ്. മൈറ്റോകോൺഡ്രിയ, 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 പറഞ്ഞോ? 10 പ്രാവശ്യം പറഞ്ഞോ? ഉറക്കെ പറയൂ. മൈറ്റോകോൺഡ്രിയ, മൈറ്റോകോൺഡ്രിയ, വാക്യൂൾസ്, 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 മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ്സ്, 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 പ്ലാസ്റ്റിഡ്സ്. ഓക്കെ, ഓർത്ത് എല്ലാവരും. വൈക ഉറക്കെ പറയൂ, വൈക. നാട്ടുകാർ കേക്കട്ടെ, പഠിക്കേണ്ട